അമ്പൂരിയിൽ ജില്ലാ പഞ്ചായത്ത് അംഗത്തെ മുഖ്യമന്ത്രി സെൽഫി വിലക്കിയത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. പാലം ഉദ്ഘാടന ചടങ്ങിനിടയിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായ ആതിരയാണ് മുഖ്യമന്ത്രിയോട് സെൽഫി ചോദിച്ചത്. ആതിരയോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം UDF സൈബർ ഹാൻഡിലുകൾ ആയുധമാക്കുകയാണ്. ആ ദൃശ്യമൊന്ന് കാണാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മുമ്പിച്ചൽ കടവിൽ നിന്ന് 4 ബസ് ഇതാണ് ആ ദൃശ്യം. ആ റോഷിബാൽ ചേരുന്നുണ്ട്. റോഷിബാൽ, സെൽഫിയാണ് അവർ ചോദിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മുഖ്യമന്ത്രി എന്തോ പറയുന്നുണ്ട്, വ്യക്തമായി നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മാറി നിൽക്ക് എന്നാണ് പറയുന്നത് എന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് തോന്നും. ഇതിപ്പോൾ ഇതേ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചർച്ചയുണ്ട്. മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം, അതിൽ ഒരാൾക്ക് സെൽഫി എടുക്കാൻ ഒരാൾ ചോദിക്കുമ്പോൾ അത് നിഷേധിക്കുന്നതോ അതിന് സമ്മതിക്കുന്നതോ ഒക്കെ ഒരാളുടെ വ്യക്തി താല്പര്യമാണ്. പക്ഷെ ഇതുപോലൊരു വേദിയിൽ ഇങ്ങനെ സെൽഫി ചോദിച്ചെത്തണോ, അതിന് മുഖ്യമന്ത്രി പെരുമാറുന്നത് ശരിയാണോ, ഇങ്ങനെയൊക്കെയാണ് പല ചോദ്യങ്ങൾ ഉയരുന്നത്. ഇതെന്താണ് ഈ ചർച്ച? ഇതിപ്പോ ഈ പാലം ഉദ്ഘാടനത്തിന് അവിടെ എന്താണ് നടന്നത് ആ വേദി? അമ്പൂരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ്. ആ പാലത്തിന്റെ ഉദ്ഘാടനമാണ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സാന്നിധ്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. ആ പ്രദേശവാസികളുടെ ഒരു സ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആഘോഷമായി തന്നെയാണ് ആ പാലം ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ആ വേദിയിൽ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് വേദിയിലുണ്ടായിരുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് മുഖ്യമന്ത്രി പോകുന്ന ദൃശ്യങ്ങൾ കാണാം. അങ്ങനെ ആ വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം ഒരു യുവതിയാണ്. ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യം മത്സരിച്ച് വിജയിച്ച ഒരു CPM-ന്റെ ഒരു അനുഭാവി. അവർ ഈ വേദിയിൽ വെച്ച് തന്നെ ആതിര ഈ ഒരു സെൽഫി ആവശ്യപ്പെടുന്നതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ഘട്ടത്തിൽ മുഖ്യമന്ത്രി മാറി നിൽക്കുക എന്നാണ് പറഞ്ഞതെന്ന് നമുക്ക് കൃത്യമല്ല. ആ കാര്യത്തിൽ അവരാണ് പറയേണ്ടത്, ആതിരയാണ് പറയേണ്ടത്. പക്ഷേ അതിൽ ആ സെൽഫിക്ക് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇതാണ് UDF-ന്റെ സൈബർ ഹാൻഡിലുകൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. നേരത്തെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പല ഘട്ടങ്ങളിലായി ഉണ്ടായ പ്രതികരണങ്ങൾ, അതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോഴുള്ള പ്രചാരണം നടക്കുന്നത്. പലപ്പോഴായി വേദികളിൽ കൂടുതൽ സമയം സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ച് കൂടുതൽ പ്രകീർത്തിച്ച് സംസാരിച്ച ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടത് തടഞ്ഞത്, അങ്ങനെ പല കാര്യങ്ങൾ, മൈക്കുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചത്, ഒപ്പം മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായ പരസ്യ പ്രതികരണങ്ങൾ, അതൊക്കെ ചേർത്തുകൊണ്ട് UDF ഇതൊരു ആയുധമാക്കുകയാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇതാണോ ജനകീയ മുഖ്യമന്ത്രി എന്ന ചോദ്യം ഉയർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യാപകമായ പ്രചാരണം UDF നടത്തുന്നത്. ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടത് ആ ജില്ലാ പഞ്ചായത്ത് അംഗമായ ആതിരയാണ്. അത് നമ്മുടെ പ്രതിനിധിയോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ പ്രതികരണവുമുണ്ട്.